റൂം 4 ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? വീട്ടുകളിലെ മുറികളിൽ മുഴുവൻ വെള്ളമാണ്. റിവർ അങ്ങനെ തന്നെ വീട്ടിലേക്ക് വന്നു. സത്യം തുറന്ന് പറഞ്ഞത് ഗാഡ്ഗിലാണ്. ആ ഗാഡ്ഗിലിനെ ഇപ്പോൾ കംപ്ലീറ്റ് അവഗണിക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്. അത് കാരണം ഈ നിർമ്മാണങ്ങളുണ്ടെങ്കിലേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം ഉഷതരംഗം എന്ന് പറയുന്നത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമാണ്. അതിനിപ്പോൾ വേണമെങ്കിൽ പഴയ വിശ്വാസികളൊക്കെ ഈ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുമായിരിക്കും. അപ്പോൾ ഈ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ മാറ്റാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കണം. 2018-ലും 2019-ലും കേരളം 2 പ്രളയത്തെ അതിജീവിച്ചു. അത് കഴിഞ്ഞൊരു മിന്നൽ പ്രളയമാണ് 2026. മഴയെല്ലാം അവസാനിച്ചു. ഇനി മഴയൊന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് 2026 ഒരു പ്രളയം ഉണ്ടാകുന്നു. പ്രളയം ഉണ്ടാകുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് 2018-ലെയും 2019-ലെയും സർക്കാർ അല്ല, 2026-ലെ സർക്കാർ എന്നതാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ, ആദ്യം സോഷ്യൽ മീഡിയ എടുക്കാം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത്, നാളെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പിണറായി വിജയൻ അധികാരത്തിൽ 100 സീറ്റുമായി അധികാരത്തിലെത്തും. കാര്യം ജനങ്ങൾ അത്രത്തോളം പിണറായി വിജയനെ ഈ ഒരു സാഹചര്യത്തിൽ മിസ് ചെയ്യുന്നു. കേരളത്തെ വെള്ളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കുന്ന പിണറായി വിജയന്റെ കാരിക്കേച്ചർ, അങ്ങനെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പിണറായി വിജയന് വേണ്ടി മുറവിളി കൂട്ടുന്നു. മറുവശത്ത് ദുരന്തമുഖത്ത് ഒരു മര്യാദയും ഇല്ലാതെ, ഒരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ തൊട്ടതിനും പിടിച്ചതിനും, വെള്ളം കയറുമ്പോൾ തന്നെ ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റുമ്പോൾ തന്നെ അവിടെ സൗകര്യങ്ങളില്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറഞ്ഞു പഠിപ്പിച്ച് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ മര്യാദയൊന്നും. കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് അടക്കം പറഞ്ഞു, വിഷ്ണുനാഥിനൊപ്പം പോയ MLA, ഇടത് MLA പറഞ്ഞത് വിഷ്ണുനാഥ് വന്ന് ഉറങ്ങുകയായിരുന്നു, മന്ത്രി ഉറങ്ങുകയായിരുന്നു എന്നാണ്. അത്തരം മര്യാദകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. CPM തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ജനങ്ങളോട് പക പോക്കേണ്ട സമയം ഇതാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ദുരന്തത്തെ ഉപയോഗിക്കാനാണോ CPM ശ്രമിക്കേണ്ടത്? തീർച്ചയായിട്ടും CPM-ൽ നിന്ന് മറ്റൊരു സമീപനം ഉണ്ടാകുന്ന പ്രതീക്ഷകർക്കാണ് തെറ്റുപറ്റിപ്പോയത്. ഞാനിത് നേരത്തെ കൂട്ടി കണ്ടതാണ്. കാരണം വെള്ളപ്പൊക്കം വന്നപ്പോൾ തുടക്കം മുതൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് ആ 2018-ലും അതിനു മുമ്പ് ഓഖി ദുരന്തം വന്നപ്പോഴൊക്കെ അധികാരത്തിൽ നിന്ന ഈ ഗവൺമെൻറ്റിന്, പഴയ ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടതാണ്. പക്ഷെ അതിന് പ്രിവെൻറ്റീവായിട്ട് യാതൊന്നും എടുത്തില്ല. ഇനിയൊരു ദുരന്തം ഉണ്ടാകരുത്, ഇനിയൊരു ഓഖി ദുരന്തം ഉണ്ടാകരുത്, ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകരുത് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രിവെൻറ്റീവായിട്ട് നടപടിയെടുത്തില്ല. ഇതിനിടയ്ക്ക് പറഞ്ഞു, ഇവിടെ നെതർലൻഡ്സിൽ പോയി റൂം 4 ലിവർ, അന്ന് പഴയ നെതർലാൻഡ്സ് അംബാസഡർ ആയിരുന്ന വേണു രാജമണി, അയാളെൻ്റെ സ്റ്റുഡൻ്റാണ്. അയാളെയും കൂട്ടിക്കൊണ്ടുപോയി റൂം 4 ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? വീട്ടുകളിലെ മുറികളിൽ മുഴുവൻ വെള്ളമാണ്. റിവർ അങ്ങനെ തന്നെ വീട്ടിലേക്ക് വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നെതർലാൻഡ്സ് എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ താഴ്ന്ന പ്രദേശത്തുള്ളൊരു രാജ്യമാണ്. അതാണ് നെതർലാൻഡ്സ് എന്ന് പേര് വരാൻ കാരണം. ഹോളണ്ട് എന്നാണ് അത് നെതർലാൻഡ്സ് ആക്കി മാറിയത്. തറനിരപ്പിൽ താഴെ വെള്ളത്തിൻ്റെ നിരപ്പിൽ താഴെയുള്ള ഭൂമി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഏരിയ ജലനിരപ്പിൽ താഴെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ജലം കരയിലേക്ക് തള്ളിക്കയറാതെ നോക്കണം. അതിന് നടപടികളാണ് ആദ്യം എടുക്കേണ്ടത്. ഇത് എത്ര നദീ പ്രദേശങ്ങളിലാണ് ഇപ്പോഴും വെള്ളപ്പൊക്കം കൊണ്ട്, ഈ കടൽക്ഷോഭം കൊണ്ട് വീടുകൾ നശിച്ചു പോകുന്നത്. ഈ ചെല്ലാനം, കത്രിക്കടവ് ഭാഗങ്ങളിൽ പോയി നോക്കണം. കണ്ടക്കടവ് ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഈ വേലിയേറ്റം കൊണ്ടും വേലിയിറക്കം കൊണ്ടും ആണ് അവിടുത്തെ വീടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അത് പ്രകൃതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് മനുഷ്യൻ്റെ തന്നെ അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും സംഭവിച്ചിട്ടുള്ള തകരാറുകളാണ്. അത് ഒരു ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഭാവിയിൽ വരാനുള്ള അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കാണുകയും അതിനെതിരായിട്ട് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇതുകൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ ആണ് വാസ്തവത്തിൽ 6-7 സംസ്ഥാനങ്ങളെ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പശ്ചിമഘട്ട മലനിരകൾ തുരന്ന് പാത ഉണ്ടാക്കിയിട്ട് എന്തുപറ്റി? ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും തൃശ്ശൂരിനപ്പോഴുള്ള പാത അവിടെ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ആവർത്തിക്കും. എന്നാലെങ്കിലും ഈ തുരങ്കം തുറക്കുന്നതിൽ മാറ്റം വരുത്തിക്കൂടെ? ഇപ്പം ഈ പുതിയ
പാത വയനാട്ടുകാരൻ ദീർഘകാല ആവശ്യമാണ്, അത് നടപ്പാക്കി കൊടുക്കേണ്ടതാണ്. അതിന് തുരങ്കപ്പാത എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. എന്നാൽ ആ തുരങ്കം ഉണ്ടാക്കിയാൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീഴും. അത് സത്യം തുറന്നു പറഞ്ഞത് ഗാഡ്ഗിലാണ്. ആ ഗാഡ്ഗിലിനെ ഇപ്പോൾ കംപ്ലീറ്റ് അവഗണിക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്. അത് കാരണം ഈ നിർമ്മാണങ്ങളുണ്ടെങ്കിലേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ ഇല്ല നോക്കുന്നതല്ല പ്രശ്നം. അപ്പം അത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിലും കഷ്ടമാണ് വാസ്തവത്തിൽ ഈ തരത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ് വാസ്തവത്തിൽ. ആ തരത്തിൽ അതിനെ കാണരുത്. കാരണം എന്തുകൊണ്ടാണ് ഈ വീഴ്ച സംഭവിച്ചത്, ഇത് എന്തുകൊണ്ടാണ് ഈ ആവർത്തിച്ച് വരുന്നത്? അതിന് ഈ പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ നമുക്ക് ഒന്നും പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല, തടഞ്ഞു നിർത്താനും കഴിയില്ല. ഭൂമിയെ അതിൽ നിന്നും അതിൻ്റെ ഡാമേജ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതല്ലാതെ പ്രകൃതി എന്നത് ആ ഗ്ലോബൽ ആയിട്ടുള്ളൊരു ഫിനോമിനനാണ്. ആ ഗ്ലോബൽ ഫിനോമിനൻ ഇവിടെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ എത്ര ചൂട് കൊണ്ട് ഉഷ്ണതരംഗം കൊണ്ട് ആളുകൾ മരിക്കുന്നു. അമേരിക്ക ഇന്ത്യയെക്കാൾ എത്രയോ സമ്പന്നമായ രാജ്യമാണ്. അവിടെ അവർക്ക് തടയാൻ പറ്റുന്നില്ല. കാരണം ഉഷ്ണതരംഗം എന്ന് പറയുന്നത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമാണ്. അതിനിപ്പോൾ വേണമെങ്കിൽ പഴയ വിശ്വാസികളൊക്കെ ഈ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുമായിരിക്കും. പക്ഷേ എന്തോ ഒക്കെയാണ് ഈ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ പോക്ക്, പ്രകൃതി തന്നെ തിരിച്ചടിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അതിന് രാഷ്ട്രീയം കലർത്തി അതിനെ കാണുന്നത് തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്ക്. ആര് ഭരിച്ചാലും. ഇപ്പം ഇവിടെ ഈ 2018 വെള്ളപ്പൊക്കം ഈ വീട്ടിനെയും ബാധിച്ചു. 10-15 ലക്ഷം രൂപ മുടക്കിയിട്ട് തറയുടെ പൊക്കം കൂട്ടേണ്ടി വന്നു. എന്താ കാരണം? ഈ വെള്ളപ്പൊക്കത്തിനോടൊപ്പം ഡാമും തുറന്നു വിട്ടു. ഇപ്രാവശ്യം തുറക്കാത്ത ഡാം തുറന്നു എന്നൊക്കെയാണ് ഇവിടെ പ്രചരണം നടത്തിയത്. പിന്നെ ആ തുറന്നു വിട്ട ഡാം മുഴുവൻ കേരളത്തിൻ്റെ കൺട്രോളിലല്ല. തമിഴ്നാടിൻ്റെ 7-8 ഡാമുകൾ, ഇതിനകത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, 7-8 ഡാമുകൾ തമിഴ്നാടിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡാമുകളാണ്. അവർ അവിടേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അവർ ചിലപ്പോൾ തുറന്നു വിടും. അതിൽ ഒരു ഭാഗം വെള്ളം കേരളത്തിലേക്ക് വരും. ഇത്രയൊക്കെ ആയിട്ടും 25-30% വെള്ളം മാത്രമേ നമ്മുടെ ഡാമുകളിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി വൈദ്യുതിക്ഷാമം വരും. അപ്പോൾ പറയും മഴ പെയ്തിട്ടും വൈദ്യുതിക്ഷാമം വന്നു. എന്തുകൊണ്ടാണ്? കാരണം 90% ഡാമുകളും മണ്ണ് കുന്നുകൂടി കിടക്കുകയാണ്. അതേസമയം പമ്പയിൽ പ്രകൃതിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മണ്ണിടിഞ്ഞു വന്നു. അന്ന് ആ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോയി കണ്ണൂർ കൊണ്ടുപോകാനാണ് അന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചത്. പക്ഷേ കൃത്യമായി അന്നത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ CPI-കാരനാണ് K. രാജു. അന്നത്തെ താൽക്കാലിക ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു ആയിരുന്നു. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ നോക്കാം. പ്രകാശ് ബാബു K. രാജുവിനോട് പറഞ്ഞു, ഒരൊറ്റ ലോറി മണ്ണ് പോലും അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അത് തടഞ്ഞു. ആ മണ്ണ് മുഴുവൻ ആ പമ്പയുടെ അവിടെ തന്നെ കൊണ്ടിരുന്നതാണ്, അവിടുത്തെ കാടുകളിൽ നിന്ന്. അത് മുഴുവൻ കൊണ്ടുപോയാൽ അടുത്ത തവണ പിന്നത്തെ ഇടിഞ്ഞു വരും. അപ്പോൾ പമ്പാ നദി സ്ഥിരമായിട്ട് മണ്ണ് മൂടി കിടക്കുന്ന ഒരു നദിയായിട്ട് മാറും. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായതുകൊണ്ട് പിന്നീട് ഈ പമ്പാ നദിയിൽ ഇതുപോലെ മണ്ണിടിഞ്ഞ് വന്നിട്ടില്ല. ഇത്തവണ ഒന്നും കേട്ടിട്ടില്ല. കഴിഞ്ഞ തവണ ശബരിമല സീസണിൽ പമ്പയിൽ കുളിക്കാൻ ആളുകൾക്ക് തടസ്സമുണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. അതിന് വലിയ കടവ് അവിടെ നടന്നു, അത് വേറെ കാര്യം. അതും മനുഷ്യനിർമ്മിതമാണ്. ഈ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ മാറ്റാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അത് ചെയ്യൂ, നടക്കുകയുള്ളൂ, അതൊരു സ്വപ്നമായി മാറുമെന്ന് എനിക്കറിയില്ല. അല്ല, ജനവിധിയായിരുന്നു LDF-നെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ പുറത്താക്കുക എന്നുള്ളത്. ജനവിധി ഇപ്പോഴും CPM അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത്, ഇനി ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ എത്തുമെന്ന് പറയുന്നത് പോലും അവർ ജനവിധിയെ അംഗീകരിക്കാത്തതിന്റെ തീർച്ചയായിട്ടും ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ്. കാരണം ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി വളരെ നിഷ്പക്ഷമായിട്ടും നീതിബോധത്തോടെയും വിലയിരുത്തിയത് കേരളത്തിലെ LDF-ന്റെ പരാജയത്തിന് കാരണം ജനവിധി എതിരായതുകൊണ്ടാണെന്നാണ്. അത് MA ബേബി
അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഭാഷയിൽ മര്യാദ പരമാവധി പുലർത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെയും സംസ്ഥാന നേതൃത്വത്തെയും പിണക്കാത്ത രീതിയിൽ പരമാവധി വ്യക്തതയോടുകൂടി ആ കാര്യങ്ങൾ വിശദീകരിച്ചാണ്. പക്ഷെ ആ വിശദീകരണം പോലും, വെള്ളം ചേർത്ത ആ വിശദീകരണം പോലും സംസ്ഥാന നേതൃത്വത്തിന് സ്വീകാര്യമല്ല. അപ്പം എന്തിനാ അമ്മാവ് അതിനെ തള്ളണയാ, നന്നാവില്ല എന്ന് പണ്ടൊരു പയ്യൻ അമ്മാവിനോട് പറഞ്ഞ പോലെ എനിക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയുള്ളൂ. അല്ല, ഒരു ദുരന്തത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നാണ് CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ കരുതിയത്. പക്ഷെ മറിച്ചൊന്ന് ചിന്തിക്കണ്ടേ, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു തിരിച്ചടിയായിരിക്കില്ല. ഇപ്പോൾ ജനഹിതം അനുസരിച്ച് പുറത്താവുകയാണ് ഉണ്ടായത്. ഈ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള അധപ്പതനത്തിലേക്കല്ലേ ഈ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ കൊണ്ടെത്തിക്കുന്നത്? അത് മാത്രമല്ല, ഇപ്പം എന്താണെന്നറിയാമോ, ഈ സൈബർ ഹാൻഡിലുകൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ ആരോപണങ്ങൾ നേതാക്കന്മാരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ. അതാണ് ഞാൻ അന്ന് പേരുകൾ പറയാതെ ആ റൂട്ട് മാത്രം പറഞ്ഞതിനെ പോലും ദഹിക്കാത്ത ആളുകളാണുള്ളത്. കാരണം അതിനുള്ള ഉത്തരവാദിത്വം ഒന്നും അവർക്ക് ഒഴിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ അത് വരുമോ, രാഷ്ട്രീയ നേതാക്കന്മാരിൽ പെടുമെന്നറിയില്ല. കാരണം എല്ലാവരും ഉണ്ട് ഈ കളവിന് കൂട്ടായിട്ട്. അതിൽ XOR Y എന്നുള്ള പ്രശ്നമില്ല. എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും കാലാകാലങ്ങളിൽ ഭരിക്കുമ്പോൾ ശബരിമലയിൽ മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് വളരെ ഓപ്പണായിപ്പോയി. ഒരിക്കലും പുതപ്പിച്ച് കിടത്താൻ പറ്റാത്ത രീതിയിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് സത്യം. അത് കണ്ടുപിടിക്കാൻ ഹൈക്കോടതിയുടെ ഒരു സൂപ്പർവൈസറി അതോറിറ്റിയും കൂടെ വന്നപ്പോൾ പലതും വിളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെ ഈ പ്രകൃതിയുടെ കാര്യത്തിലും വരും. എന്ത് ചെയ്തു എന്ന് അക്കൗണ്ട് ചെയ്യണ്ടേ? എന്താ ചെയ്തത് അന്നത്തെ ഗവൺമെൻറ്? ഇവിടെ ഫണ്ട് ആവശ്യത്തിനുണ്ടായിരുന്ന സമയത്ത് ദുരിത നിവാരണ ഫണ്ട് കേന്ദ്രത്തിൻ്റെ കിട്ടി, ഇവിടുത്തെ ഫണ്ട് ഉപയോഗിച്ചു. ഇനിയും കേന്ദ്രത്തിന് കിട്ടാനുണ്ടെന്നുള്ളത് വേറെ കാര്യം. അത് കേന്ദ്രത്തിന് ഇവിടെ ഇടതുമുന്നണി ജയിക്കണം എന്ന് താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് പരമാവധി അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം. അതിനുവേണ്ടി അവർ പണിയെടുത്തു. അവർ പരാജയപ്പെട്ടു. പക്ഷെ ഒരു സീറ്റുണ്ടായിരുന്നത് 3 സീറ്റാക്കി. അത്ര അവർ നേടിയില്ലേ? ഇതെങ്കിലും ഒരു തിരിച്ചറിവ് വേണ്ടേ ഇവർക്ക്? അല്ലാതെ എങ്ങനെ? അവിടെ സ്ഥാനാർത്ഥികളെ മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ 3 സീറ്റും നഷ്ടപ്പെടുമായിരുന്നില്ല. അത് അവർ പ്രശ്നമാക്കി എടുത്തില്ല. അപ്പം രാഷ്ട്രീയത്തിന് പുറമെ ഡയറക്റ്റ് പോളിറ്റിക്സിന് പുറമെ പിന്നെ അണ്ടർഹാൻഡ് ഡീലിങ്സും കൂടി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ല കാര്യം. ഇപ്പോൾ കേന്ദ്രത്തിന് അപ്രോച്ച് ചെയ്ത കേന്ദ്രം വല്ലതും കൊടുക്കുമോ എനിക്കറിയില്ല. കേന്ദ്രം ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടായതായിട്ട് പോലും അംഗീകരിക്കുന്നില്ല. സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപിയാണല്ലോ ഒരു പാർലമെൻറ്റിലുള്ള ഒരാൾ. സദാനന്ദൻ പാർലമെൻറ്റ് മെമ്പറാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ അർത്ഥഗർഭമായ മൗനമാണ് പാലിക്കുന്നത്. കാരണം ഈ തൃശ്ശൂർ കാര്യം പോക്കാണ് മിക്കവാറും.